ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ ചിത്തിര. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാ പ്രഗ്നൻറ്റ് ലേഡീസിനും അതുപോലെ തന്നെ അവരുടെ കൂടെയുള്ളവർക്കൊക്കെ ഭയങ്കര കൗതുകത്തോടു കൂടി ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ സംസാരിക്കുന്നതൊക്കെ കുഞ്ഞുവാവ അകത്തിരുന്ന് കേൾക്കുന്നുണ്ടോ, എപ്പോൾ മുതലാണ് കേൾക്കാൻ തുടങ്ങുന്നതെന്നൊക്കെ. അപ്പോൾ കുഞ്ഞുവാവ കേൾക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേൾക്കാൻ പറ്റും അവർക്ക്. ശരിക്കും മൂമെൻറ്റ്സൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നൊരു സമയമുണ്ടല്ലോ, ഒരു 25, 26, 27 ആഴ്ചയൊക്കെ ആവുന്ന സമയത്താണ് കുഞ്ഞാവ അമ്മയുടെ ശബ്ദമൊക്കെ വളരെ നന്നായിട്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങും. അമ്മയുടെ ഹാർട്ട് ബീറ്റ്, അമ്മ സംസാരിക്കണത്, അതുപോലെ തന്നെ അമ്മയുടെ കുടലിലൂടെയൊക്കെ ഫുഡ് മൂവ് ചെയ്യണ ആ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുഞ്ഞാവയ്ക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ചുറ്റുള്ള ആൾക്കാർ അടുത്തൊക്കെ നിന്നിട്ട് ഉറക്കെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അതും കുഞ്ഞുവാവ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 26, 27 ആഴ്ചയ്ക്ക് മുന്നേ കുട്ടി കേട്ട് തുടങ്ങും, പക്ഷെ കൂടുതൽ ക്ലിയർ ആയിട്ട് ഇപ്പോഴാണ് മനസ്സിലാക്കണമെന്ന് മാത്രം. അപ്പോൾ കുഞ്ഞുവാവയ്ക്ക് അച്ഛനായിട്ട് ജനിക്കുന്നതിന് മുന്നേ തന്നെ വളരെ നല്ലൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരെയായിട്ട്, ഗ്രാൻഡ് പാരൻസിനായിട്ട്, ഇവരൊക്കെ ആയിട്ട് കൂടുതൽ കുഞ്ഞാവയ്ക്കൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് വെറുതെ ചുമ്മാ പറയുന്നതല്ല, അത് വളരെ കാര്യമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ നല്ല നമുക്ക് മനസ്സിനൊക്കെ വളരെ സമാധാനം തരുന്ന, നല്ല സന്തോഷം തോന്നുന്ന മ്യൂസിക്കുകളൊക്കെ അമ്മ കേൾക്കുന്നത് അത് കുഞ്ഞും അകത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അമ്മ കേൾക്കുന്നത് വഴി അമ്മ റിലാക്സ്ഡ് ആവുന്ന സമയത്ത് കുഞ്ഞിനും വളരെ അത് റിലാക്സേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞും ഈ പാട്ട് ഇങ്ങനെ കേട്ടിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടാവും അകത്തിരുന്നിട്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് ആലോചിക്കണം, അകത്തിരുന്നിട്ട് കുഞ്ഞുവാവയും കേൾക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് വളരെ അനുഭവം തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഈ ബാഹുബലി സിനിമയിലെ പാട്ട് ഞാൻ ഒരുപാട് കേൾക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുഞ്ഞു വല്ലാതെ മൂവ് ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേ ആൾ തന്നെ ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ പാട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഈ പാട്ട് എവിടെയോ കേട്ട് നല്ല പരിചയം ഉണ്ടെന്നുള്ളൊരു ഭാവം അവനെ തോന്നിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സിസ്റ്റർ പ്രഗ്നൻ്റ് ആയ സമയത്താണ് പ്രേമം എന്ന് പറഞ്ഞ സിനിമ റിലീസായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് മലരേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് എപ്പോഴും ഇങ്ങനെ ചേച്ചിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് എപ്പോഴും കേൾക്കുമായിരുന്നു. അപ്പോൾ മോള് ജനിച്ച സമയത്തും ആ പാട്ടിനോട് ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ആ പാട്ട് കൂടുതൽ വെക്കുകയാണെങ്കിൽ അവൾ കുറേയും കൂടെയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറങ്ങാനൊക്കെ ആയിട്ട് ആ പാട്ടൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ അവൾക്ക് നല്ലൊരു സന്തോഷമൊക്കെയാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യും. പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ എങ്ങനെയാന്നൊക്കെ ഉള്ളത്, പക്ഷെ അത് വളരെ പരമാർത്ഥമാണ്. അപ്പോൾ അച്ഛനെയൊക്കെ ആയിട്ട് കുഞ്ഞാവയ്ക്ക് ഭയങ്കര വലിയൊരു അടുപ്പുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സിബ്ലിങ്സിനായിട്ടും. അപ്പോൾ നമ്മൾ കൂടുതൽ അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്, അവർക്ക് പാട്ട് വെച്ച് കൊടുക്കുന്നത്, അവരെങ്ങനെ കൊഞ്ചിക്കുന്നതൊക്കെ അവർക്ക് അകത്ത് ഭയങ്കര ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. എനിക്ക് ചുറ്റും കുറേ ആൾക്കാരുണ്ട്, അവർ നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു ഫീലിങ് അവർക്ക് അകത്തിരിക്കുമ്പോഴേ, വയറ്റിനകത്തിരിക്കുമ്പോഴേ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. 9 മാസമൊക്കെയായി ഒരു 37 ആഴ്ച കഴിഞ്ഞ സമയത്ത് ഫുൾ ടൈം ബേബി ആയല്ലോ, പിന്നെ എപ്പോൾ ആണെങ്കിലും കുഞ്ഞിന് പുറത്ത് വരാമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ കുഞ്ഞിന് കൂടുതൽ ക്ലിയറായിട്ട് അകത്തിരുന്നിട്ട് ശബ്ദം കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് പറ്റും എന്നാണ് സയൻസിൽ പറയണത്. അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഇനി അകത്തിരുന്ന് കേൾക്കാൻ പറ്റുമല്ലേ എന്നുള്ള സംശയം നിങ്ങൾക്ക് എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വീഡിയോ നിങ്ങളിപ്പോൾ പ്രഗ്നൻ്റ് അല്ലെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് ഫാമിലി മൊത്തത്തിൽ അറിയേണ്ട കാര്യമാണ് അല്ലേ. എല്ലാവരും കുഞ്ഞുവാവേനായിട്ട് ആദ്യം അടുപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും ഇതെന്ന് കരുതണു. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി ഇരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.